യേശു ജനങ്ങളോട് കഥകളായും ഉപമകളായും കാര്യങ്ങൾ വ്യംഗ്യമായി പറഞ്ഞു. യേശു കർഷകരോട് സംസാരിക്കുന്നത് കേൾക്കുക. സ്വർഗരാജ്യം അതിസൂക്ഷ്മമായ ഒരു വിത്തിന് സമാനം. ഒരു കർഷകൻ വിത്ത് വയലിൽ വിതച്ചതിനു ശേഷം വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോൾ അത് തനിയെ മുളയ്ക്കുകയും വളരുകയും ചെയ്യുന്നു. യേശു സ്ത്രീകളോട് സംസാരിക്കുന്നത് കേൾക്കുക. സ്വർഗരാജ്യം പുളിച്ച മാവിന് സദൃശ്യം. ഒരു സ്ത്രീ അല്പം പുളിച്ച മാവെടുത്ത് 3 പറ മാവിൽ കലക്കി. സ്ത്രീ രാവിലെ അടപ്പു തുറന്നു നോക്കിയപ്പോൾ പുളിച്ച മാവ് 3 പറ മാവിനെയും പുളിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. യേശു ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വചനത്തിന്റെ പ്രതീകങ്ങളായി വിത്തിനെയും പുളിച്ച മാവിനെയും ഉപമിക്കുന്നു. നല്ല വിളഭൂമിയും പുളിക്കാത്ത മാവും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വചനത്തെ ഗ്രഹിക്കാൻ തയ്യാറുള്ള മനുഷ്യമനസ്സുകളാണെന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുന്നു. യേശു സൂചിപ്പിക്കുന്ന ഈ സ്വർഗരാജ്യം യഥാർത്ഥത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യേശു പീലാത്തോസിനോട് പറയുന്നു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ പിടിക്കാൻ വന്ന ഭടന്മാരോട് എന്റെ പടയാളികൾ വാളെടുത്ത് പോരാടുമായിരുന്നു. അത്തരത്തിൽ വാളെടുത്ത് പോരാടുന്ന ഒരു പോരാളിയെപ്പോലും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. യേശു പറയുന്നു, സ്വർഗരാജ്യം ആകാശമേഘങ്ങൾക്കിടയിൽ എവിടെയെങ്കിലുമായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടെത്തും മുൻപേ ആ ഇടം പക്ഷികൾ കണ്ടെത്തുമായിരുന്നു. സ്വർഗരാജ്യം സമുദ്രത്തിനടിയിൽ എവിടെയെങ്കിലുമായിരുന്നെങ്കിൽ ആ ഇടം നിങ്ങൾ കണ്ടെത്തും മുൻപേ മത്സ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. എന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്ന സ്വർഗരാജ്യം അവിടെയെങ്ങുമല്ല സ്ഥിതി ചെയ്യുന്നത്. അത് നിങ്ങളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. The kingdom of God is within you. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ തന്നെ കുടികൊള്ളുന്ന ആ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ മനസ്സിന് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിശുക്കളെപ്പോലെ ആയിത്തീരണം. നിങ്ങൾ ശിശുക്കളെപ്പോലെ നിർമ്മല മനസ്കരായി മാറണം. ഐഹിക ജീവിതത്തിന്റെ മാലിന്യങ്ങൾ കൊണ്ട് കലങ്ങിയിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളെ ശിശുക്കളുടെ മനസ്സുപോലെ പരിശുദ്ധമാക്കണം. സ്ഫടികം പോലെ സുതാര്യമാക്കണം. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നത് കാണാം. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന സ്വർഗരാജ്യത്തിന്റെ അതിസൂക്ഷ്മമായ ആ വിത്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുള്ളിൽ മുളപൊട്ടി വളരാൻ തുടങ്ങും. ആ വിത്ത് അവബോധത്തിന്റെ വിത്താണ്. അവബോധം എന്തെന്ന് ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും അതിനോളം മൂല്യമുള്ളതായി നിങ്ങൾക്ക് തോന്നുകയില്ല. ജീവിതത്തിലെ അതീവ ഹൃദ്യമായ ആനന്ദം എന്തെന്ന് നിങ്ങൾ അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കും. അപ്പോൾ പൊടുന്നനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അതു സംഭവിക്കുക തന്നെ ചെയ്യും. പല പ്രശ്നങ്ങളാൽ നിങ്ങളെ ബാധിച്ചിരുന്ന മാനസികമായ തളർച്ചയൊക്കെയും നിങ്ങളെ വിട്ടൊഴിയും. നിങ്ങളെ ബാധിച്ചിരുന്ന പല രോഗാവസ്ഥകളും നിങ്ങളറിയാതെ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകും. അതോടൊപ്പം നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും രോഗശാന്തിയും വന്നു ചേരും. സ്വർഗീയമായ ആ അവബോധത്തിന്റെ സ്വാദു ഒരിക്കൽ നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ ഐഹികമായ മറ്റെല്ലാത്തിനെയും വിട്ടെറിഞ്ഞ് നിങ്ങൾ അതിനെ സ്വന്തമാക്കും. നിങ്ങൾ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒരു വിലയുമില്ലാത്ത വെറും ചവറുകൾ മാത്രമായതെന്ന് നിങ്ങൾക്ക് അതോടെ ബോധ്യപ്പെടും. ഇക്കാര്യം വ്യക്തമാക്കാനായി യേശു ഒരു ഉപമ പറയുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞു കിടന്ന നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ ആ നിധി കണ്ടെത്തി. ആരും കണ്ടെത്താതിരുന്ന ആ നിധി അവൻ മറച്ചുവെച്ചു. അയാൾ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുകയും ചെയ്തു. Thank you for watching. Stay tuned for the next episode. Goodbye.